ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലേക്കുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്. അതിൽ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ കരിയർ എന്തായിരിക്കും, അയാളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പല മേഖലകളിലുള്ള പല ഉദ്യോഗസ്ഥരുണ്ട്. ഫുഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റുകളുണ്ട്. അത് പ്രത്യേകിച്ചും ഈ നഗരസഭകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നവരാണ്. ഇനി ഇതല്ലാതെ FSSAയിലും ഇതേപോലെ തന്നെയുള്ള ഉത്തരവാദിത്തങ്ങളുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടകങ്ങളുണ്ട്. കാരണം ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം, ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഏതൊരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം എന്നതാണ് ആ ജീവിയുടെ ജീവൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതിലേക്ക് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷമയമായിട്ടുള്ള ഒന്നും ചെല്ലാതിരിക്കുക എന്നത് നിങ്ങളുടെ തന്നെ കോൺട്രിബ്യൂഷനാണ്. അപ്പം നിങ്ങൾ വളരെ വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ നാടിനോട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് കയറുന്ന ഒരാളുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും, അല്ലെങ്കിൽ എവിടെയാണ് അവരെത്തുന്നത്. പ്രത്യേകിച്ചും ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നൊരു തസ്തികയിൽ നിങ്ങൾ കയറുമ്പോൾ ഓരോ താലൂക്കിലുമായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് വർക്കല, അല്ലെങ്കിൽ ആറ്റിങ്ങൽ, അടൂര്, പത്തനംതിട്ടയിൽ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജില്ലകളിലെ താലൂക്കുകളായിരിക്കും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ് ചിലപ്പം ഹെഡ് ഓഫീസ് തന്നെ ആയിരിക്കും ഈ ഒരു തസ്തികയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ തന്നെ ഡിഫറെൻറ്റ് ഗ്രേഡുകൾ വരും. അതായത് നിങ്ങൾ കയറുന്ന ഗ്രേഡ് ആയിരിക്കത്തില്ല നിങ്ങളുടെ 2, 3, 4 വർഷം കഴിഞ്ഞിട്ടുള്ളവരുടെ പോസ്റ്റ്, അത് സീനിയർ ഗ്രേഡ് ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രേഡുകൾ ഉണ്ടായിരിക്കും. ഈ ഗ്രേഡുകളെല്ലാം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രൊമോഷൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് കമ്മീഷണർ എന്ന് പറയുന്നൊരു തസ്തികയാണ്. അപ്പം കേരള സർക്കാരിലെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ പോസ്റ്റിലേക്ക് ഈ ഒരു പോസ്റ്റിൽ കയറുന്നവർ തന്നെയാണ് എത്തുന്നത്. അതിനുശേഷം സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻറ്റ് കമ്മീഷണർ ആവും. ഇനിയും സർവീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഡെപ്യൂട്ടി ഡയറക്ടർ വരെയൊക്കെ ആവും. വളരെയധികം ഉത്തരവാദിത്തങ്ങളുള്ള ഒരു തസ്തികയാണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് പോകുന്നത്. അതായത് വളരെ ചെറിയൊരു തസ്തികയല്ല, സൊസൈറ്റിയോട് വളരെയധികം കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു തസ്തിക തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത്, എന്തായാലും നിങ്ങൾ സർവീസിൽ കയറുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും ഒരു ഔട്ടർ ലൈൻ, നിങ്ങൾക്ക് ഏത് വരെ എത്താമെന്നതിൻ്റെ ഒരു ഔട്ടർ ലൈനാണ് ഇവിടെ ഞാൻ തന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതൊരു ബ്ലെൻഡഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് ആദ്യത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈസൻസ് നൽകുകയോ അല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുകയോ ചെയ്യാനുള്ള അധികാരമുള്ളൊരു സ്ഥാനത്താണ് വരുന്നത്. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന കൺസേൺഡ് ടെറിട്ടറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അധികാര പരിധിക്കുള്ളിലുള്ള ഏത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏതൊരു സ്ഥാപനത്തിനും ലൈസൻസ് കൊടുക്കാനും കൊടുത്ത ലൈസൻസ് നിരുപാധികം ഇല്ലാതാക്കാനുള്ള അധികാരം നിങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് ഓർക്കുക. അതായത് ഒരു വ്യക്തിയുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നതും നശിപ്പിക്കാനും പോലും കഴിവുള്ള ഒരു സൃഷ്ടാവും ഒരു സൃഷ്ടാവ് കൂടിയാണ്, ഒപ്പം തന്നെ ഡിസ്ട്രോയർ കൂടിയാണ്. അപ്പം അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അടുത്തത്, ഏതെങ്കിലും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വിൽപ്പന തടയാനുള്ള അധികാരമുണ്ട്. അത് എന്തുകൊണ്ടാണ്, മോറലി അത് ആവശ്യമാണ് അല്ലെങ്കിൽ ലീഗലി അത് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് തടയാനുള്ള അധികാരമുണ്ട്. ഇനി ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, അത് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതായത് എല്ലാ റിപ്പോർട്ട്സും ആർട്ടിക്കിളുകളും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും ഒപ്പം തന്നെ ഈ സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, സാമ്പിൾസ് ആയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. അത് ചെക്ക് ചെയ്യേണ്ടി വരും. അതൊരു മേഖലയിൽ വിൽക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും ക്വാളിറ്റി ചെക്കപ്പ് നിങ്ങൾ നടത്തേണ്ടി വരും. ഇനിയും എല്ലാമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ആ ഒരു കൺസേൺഡ് മേഖലയിൽ ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു സാധനങ്ങളിലും, അതായത് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവിടെ കമ്മീഷണറെ പ്രതികരിച്ചിരിക്കുന്ന ഏതൊരു കാര്യത്തിലും കൃത്യമായിട്ടുള്ള സജഷൻസും റെക്കമെൻഡേഷൻസും കൊടുക്കുവാൻ അധികാരപ്പെട്ട ഒരു റെസ്പോൺസിബിൾ പൊസിഷനിലാണ് നിങ്ങൾ വരുന്നത്. പിന്നീട് സാങ്ഷൻ ഓർ ഇനിഷ്യേറ്റ് ലീഗൽ ആക്ഷൻ, അതായത് ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആ ഇൻസിഡൻറ്റിനെതിരെ നിങ്ങൾക്ക് ലീഗലായിട്ട് ആക്ഷൻ എടുക്കാനുള്ള അധികാരവുമുണ്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക്. അതായത് കൺസേൺഡ് പൊസിഷൻ, അതായത് ഈ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം അധികാരങ്ങൾ കയ്യിലുണ്ടെന്നുള്ളതാണ്. അതായത് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ റെക്കോർഡുകൾ. ഏതൊരു ഇൻസ്പെക്ഷനും നിങ്ങൾ റെഗുലറായിട്ട് ഇൻസ്പെക്ഷൻ നടത്തേണ്ടുന്ന ഫീൽഡിലും ഓഫീസിലും വർക്ക് ചെയ്യേണ്ടവരാണ്. അപ്പോൾ ഈ നടത്തുന്ന ഇൻസ്പെക്ഷനുകളുടെയും ആക്ടിവിറ്റികളുടെയും എല്ലാം എന്ത് ചെയ്യണം, റെക്കോർഡുകൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയും പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള സംഗതികൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ അതിൽ റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഇനി പുതിയ പ്ലാനുകളും ഇനിഷ്യേറ്റീവ്സും എടുക്കുവാനുള്ള അധികാരമുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ്, നിലവിലെ നിയമത്തെ റെഗുലേറ്റ് ചെയ്യാനുള്ളതുണ്ട്, പുതിയ പ്ലാനുകൾ അഡോപ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള അധികാരങ്ങൾ നിങ്ങൾക്കുണ്ട്.
നിലവിൽ ഉള്ള ക്വാളിറ്റിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാൻഡർഡൈസേഷനോ യൂണിഫോം ആപ്ലിക്കേഷനോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അധികാരം നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. അതായത് അവരുടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ ലെവൽ ഓഫ് ട്രസ്റ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ജനങ്ങൾക്കിടയിൽ. ഈ ഒരു സംവിധാനത്തെ പറ്റിയും ഈ ഒരു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു ഹൈ ലെവൽ ട്രസ്റ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാൻഡ് എപ്പോഴും ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലായിരിക്കണം. അതായത് ആരോടും ബയാസ്ഡ് ആവാത്ത ഒരു സ്റ്റാൻഡിലായിരിക്കണം നിങ്ങൾ ജോലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയോട് വളരെയധികം കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടാവണം. ഇതാണ് പ്രധാനമായിട്ട് നിങ്ങളുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു തസ്തികയാണ്. ഇവിടെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യവും വ്യക്തമായ പ്രിപ്പറേഷൻ ഉണ്ടെന്ന് തുടങ്ങുക. അതിനായിട്ട് ഏണസ് അക്കാഡമി നമ്മുടെ കോഴ്സുകളെല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഓപ്പൺ പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലൂടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാൻ പറ്റും. പിന്നെ ലൈവ് മെൻറ്റർഷിപ്പ് സപ്പോർട്ടുണ്ട്. ഇനി ഏത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ലൈവായിട്ട് തന്നെ അത് തീർക്കാൻ പറ്റും. പിന്നെ നിരന്തരമായിട്ട് നടക്കുന്ന ടെസ്റ്റ് സീരീസ് ഇവയൊക്കെ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കോ നിങ്ങൾ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.